+2 പഠിക്കുന്ന മക്കൾക്ക് സാരോപദേശം വെറുപ്പാണ്. ഉമ്മമാരുടെ ഉപദേശം കേൾക്കുമ്പോ മക്കൾ പറയുമ്പോ നിർത്തുന്നുണ്ടോ? വാപ്പമാർ ഉപദേശിക്കുമ്പോൾ മക്കൾ പറയും വാപ്പായുടെ ഈ ഉപദേശം എനിക്ക് മടുപ്പ് വരുന്നു. ഉപദേശിക്കേണ്ടത് എപ്പോഴാണ്? ലാഇബുഹും സബ്അൻ വഅദ്ദിബുഹും സബ്അൻ വസ്വാഹിബുഹും സബ്അൻ ثم أرسل الحبل على عاتقهم. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അദ്ദിബുഹും ലാഇബുഹും സബ്അൻ. ഒരു കുഞ്ഞ് ജനിച്ച് 7 വയസ്സ് വരെ ആ കുഞ്ഞിന്റെ കൂടെ നിങ്ങൾ കളിക്കണം. ആ കുഞ്ഞിന്റെ കൂടെ കളിക്കൂട്ടുകാരനാവണം. കുഞ്ഞിനെ നിങ്ങൾ എന്റർടൈൻ ചെയ്യണം, കുഞ്ഞിന്റെ കൂടെ കളിക്കണം. റസൂലുള്ളാഹി തങ്ങൾ മുട്ടുകുത്തി കളിച്ചിട്ടുണ്ടല്ലോ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ പേരക്കിടാവ് ഹബീബിന്റെ പുറത്ത് കയറി നിന്നിട്ടുണ്ട്. ഹബീബ് മുട്ടുകുത്തി നടക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയേ നിഅമൽ മർകൂബ്, ഇത് എത്ര വലിയ വാഹനമാണ് നബിയേ നിങ്ങളുടെ മോന് കിട്ടിയത്, എത്ര നല്ല വാഹനമാണ്, അങ്ങയല്ലേ കിട്ടിയത് പിഞ്ചുമോന് എന്ന് പറഞ്ഞപ്പോ വനിഅമർ റാകിബു, ഈ കയറിയിരിക്കുന്ന മോൻ എത്ര മോശക്കാരനാണോ എന്ന് നബി തങ്ങൾ ആ പിഞ്ചുബാലനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ ലാഇബുഹും 4 വരെയാണ് ഉപദേശിക്കേണ്ടത്. വഅദ്ദിബുഹും സബ്അൻ, 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 14 വയസ്സ് വരെയുള്ള സമയം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഉപദേശിക്കേണ്ട സമയമാണ്. നന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മ തിരുത്തുകയും ചെയ്യേണ്ട പ്രായം 7 മുതൽ 14 വരെയാണ്. ആ 14 കഴിഞ്ഞാൽ സുമ്മ സ്വാഹിബുഹും സബ്അൻ, 14 മുതൽ 21 വരെയുള്ള 7 വർഷം നിങ്ങൾ അവർക്കൊരു കൂട്ടുകാരനെ പോലെയാവണം. കാരണം അവരൊക്കെ നൈസർഗികമായ സ്വാഭാവികമായ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാവുകയും സ്നേഹവും അനുകമ്പയും തനിക്കൊരു അഭയം വേണമെന്നൊരവസ്ഥയും എന്റെ പ്രശ്നങ്ങൾ പറയാൻ കേൾക്കാൻ ഒരാൾ വേണം എന്ന ചിന്ത നമ്മുടെ ടീനേജുകാരിൽ വരുന്നൊരു പ്രായമാണ് 14 മുതൽ 21 വയസ്സ് വരെയുള്ള കാലം. ആ കാലഘട്ടത്തിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ, നിങ്ങൾ അവർക്ക് അഭയം കൊടുക്കാതിരുന്നാൽ, അവരുടെ പ്രശ്നങ്ങളും അവരുടെ കൺസേണുകളും നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അവരെ കുറ്റം ചാരുന്നതിന് പകരം അവർക്ക് പരിഹാരം നൽകുന്നവരാണ് എന്നൊരു കോൺഫിഡൻസ്, ഒരു നിർബന്ധമായും നിങ്ങളെ കുറിച്ചുള്ള വിശ്വസ്തത മക്കൾക്കുണ്ടെങ്കിൽ അവരാരും ചാടിപ്പോകാൻ തയ്യാറാവില്ല. അവരാരും ഒരു പ്രേമത്തിന്റെ വലയത്തിലും ചെന്ന് കുടുങ്ങില്ല. എന്റെ ഉമ്മയോട് പറയാം, എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ഉമ്മയാണ്, എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്റെ ഉപ്പയാണ്. ആ ഒരു രീതിയിൽ നിങ്ങളുടെ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലം പിന്നെ ഉപദേശിച്ചാൽ കേൾക്കൂല അവരെ. മക്കളോട് സാരോപദേശം 14 വയസ്സ് കഴിഞ്ഞാൽ വേണ്ട എന്നല്ല ഈ പറഞ്ഞത്. സ്വാഭാവികമായും മക്കളുടെ സ്വാഭാവികമായ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നോക്കിയാൽ 14 കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. അതിന്റെ മുമ്പ് നമുക്ക് അവരെ ക്ലേ പോലെ ഒരു കളിമണ്ണ് കിട്ടിയാൽ നമുക്കതിനെ രൂപപ്പെടുത്താൻ കഴിയുന്ന പോലെ പിഞ്ചു മക്കളെ നല്ല നിലക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അല്ലാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. അവർ നല്ലവരായി വളർന്ന് അഭിമാനം നൽകുന്നവരായി മാറുന്നത് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.